ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബട്ടൺ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് ടോട്ടൽ വീതി വേണ്ടത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് പ്ലസ് സീം അലവൻസ് ഞാൻ ചേർത്ത് വെച്ചിട്ട് ഒരു അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു അലവൻസും കൂടി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഞാൻ 1.5 ഇഞ്ച് മൈനസ് ചെയ്യണം. 1.5 ഇഞ്ച് ഞാൻ അത് എത്ര നമുക്ക് ബട്ടൺ അപ്പ് ചെയ്യണോ അതിനനുസരിച്ച് ആ ഒരു ക്ലോത്ത് എത്ര വീതിയിൽ വരണോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ 1.5 അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഞാൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നുണ്ട്. 1.25 ഇഞ്ച് ഞാൻ മൈനസ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം. ഇനി 1.25 ഇഞ്ച് മൈനസ് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് വേറൊരു പീസാണ് വെച്ച് അടിക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഈ 1.25 ഇഞ്ച് ആ ഭാഗത്ത് അടിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ഞാൻ അലവൻസ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ 1.25 എത്രയാണ് വരിക? 2.5 അല്ലേ? ആ 2.5 ഇഞ്ചിന് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി നമുക്ക് തുണി വേണം. പിന്നെ അവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇത്ര നീളത്തിലാണ് ഞാൻ തുണി കട്ട് ചെയ്യുന്നത്. ടോട്ടൽ എത്രയാണ് നമ്മൾ ബട്ടൺ അപ്പ് ചെയ്യുന്ന വീതി എന്നുള്ളതിനനുസരിച്ച് വേണം നമ്മൾ ഈ തുണി എടുക്കാനായിട്ട്. ഇപ്പോൾ 2 ഇഞ്ചാണെങ്കിൽ ആ 2 ഇഞ്ച് തന്നെ ഇരട്ടി നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മുറിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് 2 കൈക്കും വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു പീസ് കൂടി മുറിച്ചെടുക്കണം. ഈ വീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ വീതി തന്നെയാണ് കേട്ടോ. താഴേക്കുള്ള വീതി എത്രയാണെന്ന് വെച്ചാൽ ആ വീതിയാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. 1.25 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു ടാബിന് വേണ്ടിയിട്ട്, അതായത് ഈ ബട്ടൺ അപ്പ് ചെയ്യുന്ന ഒരു ടാബ് ഉണ്ടാവുമല്ലോ, ആ ടാബിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5.5 ഇഞ്ചിൽ ഞാനൊരു ക്യാൻവാസ് മുറിച്ചെടുക്കുന്നുണ്ട്. 2 പീസാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. 5.5 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ ഷേപ്പിൽ ക്യാൻവാസ് മുറിച്ചെടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ടാബിന് എത്ര വീതി വേണം എന്നതിനനുസരിച്ച് നമുക്കിവിടെ കൊടുക്കാം. ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാനൊരു 4 ഇഞ്ച് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് ഞാൻ 1/2 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. ഇവിടേക്കാണ് നമുക്ക് വീതിയായിട്ട് വരേണ്ടത്. ഇവിടെ ഇങ്ങനെ അതുപോലെ ഒരു ഷേപ്പ്, ഇങ്ങനൊരു ഷേപ്പും കൊടുക്കാം. ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മടക്കിയിട്ട് തന്നെ ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് ചെയ്യണമെങ്കിൽ ഓരോന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് 2 കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഷേപ്പ് വന്നിട്ടുള്ളത്. ഇത് ഇത്ര വീതി വേണ്ടെങ്കിൽ ഇത്ര വീതി കൊടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വെച്ചിട്ടുള്ളത് ഞാൻ 5.5 ഇഞ്ചാണ് കേട്ടോ. ബട്ടൺ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാബ് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ക്ലോത്തിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ 2 പീസ് വെച്ചിട്ട്. ബാക്കിയുള്ള ഭാഗം നമുക്ക് 4 ഇഞ്ചിൽ വെട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ
അടിച്ചെടുക്കുകയാണ്. നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തിന് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ. ടാബിനെ ഇങ്ങനെ മറിച്ചെടുക്കുക. ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ ശരിയാക്കി കൊടുക്കുക. അതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടൊന്ന് എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ഈ ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പീസ് അടുത്ത 1.25 ഇഞ്ച് നമ്മൾ എടുത്തെടുത്തിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ പീസിന് ഞാൻ നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ അടിച്ചെടുത്തു. കണ്ടല്ലോ, നല്ല വശത്ത് കേട്ടോ. ആദ്യത്തെ പീസ് നല്ല വശത്താണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കറക്റ്റ് പിറകിലേക്ക് വെച്ചിട്ടാണ് അടിക്കുക. കണ്ടോ, ഇപ്പം ഈ ഒരു ക്ലോത്തിന് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗം മടക്കുമ്പോൾ ഈ ഒരു ക്ലോത്ത് തീരെ കട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഈ ഭാഗമാണല്ലോ നമുക്ക് ഇങ്ങോട്ട് റോൾ ചെയ്യാം. നമ്മൾ ഇങ്ങോട്ടല്ല മടക്കി വയ്ക്കുക. ബട്ടൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് മടക്കി വയ്ക്കുക. അതായത് ഇവിടെ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് ഈ ടാബ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് മടക്കുക നല്ല വശത്തേക്ക്. കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ മടക്കി ഒന്ന് അയൺ ചെയ്ത് വെച്ചാൽ മതി. ഇവിടുത്തെ സീം അലവൻസ് ഇതേപോലെ അടിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ സെൻറ്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇതേപോലെ സീം അലവൻസിലേക്ക് വേണ്ടാത്ത രീതിയിൽ വെച്ചാൽ മതി. ഇവിടെ നമുക്ക് സീം അലവൻസ് ആവുമല്ലോ, അപ്പോൾ അവിടേക്ക് അധികം വേണ്ട. എന്നിട്ട് ഇതേപോലെ ഞാനൊരു ക്യാൻവാസിൻ്റെ പീസ് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ള സെൻറ്റർ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്തു. ഇവിടെ മടക്കുമ്പോൾ വരുന്ന ആ ലൈൻ ഉണ്ടാവുമല്ലോ, ആ ലൈനിലായിട്ടാണ് ഞാനിവിടെ വെക്കുന്നത്. കാരണം ഇത് ഇനി നമ്മൾ ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ ഈ ഭാഗമായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇവിടെ സ്റ്റിഫായിട്ട് നിൽക്കാനാണ് ഈ സ്റ്റിഫ് വയ്ക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ സ്റ്റിഫ് വെച്ചാൽ മതി കേട്ടോ. ഇത് ഞാൻ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനി നമ്മൾ നല്ല വശത്ത് നിന്ന് ഇതേപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ആ പീസ് അടിച്ചത്. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക, ബാക്കിലേക്ക്. കാരണം നമ്മളിവിടെ അടിച്ച ഭാഗത്താണ് ഇനി നമ്മളിവിടെ ടാബ് വയ്ക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിടുക. ഇവിടെ ഈ ടാബ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ 4 ഇഞ്ച് വിട്ടിട്ടാണല്ലോ, 5.25 ഇഞ്ചാണല്ലോ ഇതിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 4 ഇഞ്ച് നമ്മളിവിടെ ഇവിടേക്ക് കൊടുക്കാനാണ് 5.25 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് ഇവിടെ സീം അലവൻസ് ഞാൻ ഇതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി മടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാസ്ക് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആദ്യം മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇത് നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 ഇഞ്ചിലാണ് ഈ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഈ തുണിക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഇത് കറക്റ്റ് ഈ സീം അലവൻസിൻ്റെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ച് വന്നിട്ടില്ലേ, അവിടേക്കായിട്ട് തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സ്ലീവ് വന്നിരിക്കുന്നത്, കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ആ ക്യാൻവാസ് ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചത്. ആ സെൻറ്ററിലായിട്ട് ഞാൻ 1.25 ഇഞ്ചിൽ ഞാൻ വെച്ചത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണിത് ചെയ്ത് വെച്ചിട്ടുള്ളത്, കണ്ടല്ലോ. ഇത് ഇവിടെ ബട്ടൺ ഹോൾ ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ ഇത് ഷർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹെം ചെയ്തിട്ട് ഒരു ബട്ടൺ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് ചെയ്യാം. ഇതിപ്പോൾ വേറെ സ്ലീവ്, ഇതിപ്പോൾ ഒരു ക്രീം കളർ ആയിരുന്നു വെച്ചെങ്കിൽ അത് കുറച്ചുകൂടി കാണുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ സെയിം കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്ലീവിനെ ഈ ഭാഗം നമ്മളൊന്ന് അടിച്ച് വയ്ക്കണം കേട്ടോ. ഇത് ഇങ്ങോട്ട് മറിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് മറിച്ചതിന് ശേഷം ഈ 2 സൈഡൊന്ന് അടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവ് സാധാരണ പോലെ തന്നെ കൂട്ടിയാൽ മതി. ഓക്കെ, ഇതുപോലെ തന്നെ വെച്ചിട്ട് അപ്പോൾ ഇവിടേക്ക് മറിച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ 2 ഭാഗം ഒന്ന് അടിച്ച് വെച്ചിട്ടുള്ളത്, കണ്ടല്ലോ. ഇതിൻ്റെ കറക്റ്റ് ലെങ്ത് വന്നിട്ടുള്ളത് 12 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1.25 ഇഞ്ചാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.